ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളപ്പോൾ ഇന്ന് കാഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാഞ്ഞൂർ ഇസ് നിയർ ടു ആലുവ, ഐ ഗസ്. ഈ ആലുവ കാഞ്ഞൂർ എവിടെയാണ്, ഏത് ഡിസ്ട്രിക്റ്റ്, തൃശ്ശൂർ ആണോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കാഞ്ഞൂർ. അപ്പോൾ കാഞ്ഞൂർ വന്നത് നമ്മൾ ബിനുഷ തെരിയൻ ദമ്പതികളാവാൻ പോകുന്ന നമ്മുടെ ബിനുഷ തെരിയൻ്റെ ബാച്ചിലർ പാർട്ടി ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഒരു സ്റ്റേ എടുത്ത് നിൽക്കുമായിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഇന്ന് നമ്മുടെ ബിനുഷ തെരിയൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്, ഫൈനൽ ഡേ ഓഫ് ദെയർ സിംഗിൾ ലൈഫ്. അപ്പം ഞാൻ ഓർത്തു ഇന്നത്തെ നമ്മുടെ ബിനുഷയുടെ കൂടെയുള്ള കുറച്ച് സമയം വ്ളോഗ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമല്ല, അപ്പോൾ ഇങ്ങനെ ഞാൻ വ്ളോഗ് ചെയ്യാതിരിക്കും. അപ്പോൾ ഇന്ന് ബിനുഷയുടെ കൂടെയുള്ളൊരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാത്തു സൂക്ഷിക്കാമെന്ന് ഓർത്തു. കാരണം ഇനി എപ്പോഴും അങ്ങനെ ഒരു സമയം എന്നറിയില്ല. ഞാനും ബിനും കോളേജ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എപ്പോഴും നമ്മൾ ഒരുമിച്ച് സ്റ്റേ ചെയ്യും. അതുപോലെ മിക്ക സമയത്തും ഞാൻ ബിനുവിൻ്റെ അവിടെ തൃപ്പൂണിത്തറ വീട്ടിൽ, ആദ്യം ഒരു തൃപ്പൂണിത്തറയായിരുന്നു, അപ്പോൾ ആ തൃപ്പൂണിത്തറ വീട്ടിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളിങ്ങനെ കറങ്ങി നടക്കുക, ഫുഡ് അടിക്കാൻ പോവുക, ഷോപ്പിങ്ങിന് പോവുക, ഈ സംഭവങ്ങളൊക്കെ ഇട്ട് അവിടെ നിൽക്കുക, പഠിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങൾ, അതുപോലെ മമ്മിയുടെ ഫുഡ്, അതൊക്കെ ഇനിയിപ്പോൾ എപ്പോഴാണെന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ദിവസം ആ കുറച്ച് ചെറിയ മെമ്മറീസൊക്കെ എനിക്ക് ഒന്ന് വ്ളോഗ് ചെയ്ത് വെക്കണം എന്ന്. അപ്പം ഇന്ന് അതിന് പറ്റിയ ദിവസമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നീരുവിന്റെ കടിയല്ല, ബിനുഷയുടെ കടി. ആരോ കടിച്ചതല്ല, തീ നിൽക്കുന്ന മതി. ഇതിന്റെ ഇതെന്താ പറയാ, സ്മാരകം. അതെ, നമ്മളുടെ കൂടെ ഇന്നലെ നമ്മുടെ കൂടെ ബാച്ചിലർ പാർട്ടിക്ക് ഉണ്ടായിരുന്ന കുറച്ച് മഹാവ്യക്തിത്വങ്ങൾ. ഇത് വിനുവിന്റെ കസിൻ സാഗുൽ, ഇത് സ്കൂൾ ഫ്രണ്ട് പാറു, ഇത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് റോഷൻ, ഇത് ബിനുഷ. ഇതാണ് ബിനുഷ ബിനോയ്. ബിനുഷ ബിനോയിനെ ഞാൻ എന്റെ വ്ളോഗിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. ബിനുഷ ബിനോയ്, ഹായ് പറയൂ, എങ്ങനെയുണ്ട്? ബിനുഷ ബിനോയ് ഭയങ്കര ഹാപ്പിയാണ്. ടെൻഷനുണ്ട്, നാളെയാണ് കല്യാണം. ഓക്കെ, എല്ലാരും വരണം. ഇത് പക്ഷെ പുറത്തിറങ്ങുമ്പോ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും പുറത്തിറങ്ങുക മാത്രം. അതെ, ഇത് നമ്മുടെ സ്വന്തം സച്ചു, ബിനുവിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്, ഓൾ ദ വേ ഫ്രം സ്കോട്ട്ലാൻഡ്. യെസ്, അപ്പൊ സച്ചു ഞാനൊക്കെ ഫ്ലൈറ്റ് എടുത്ത് അങ്ങ് സ്കോട്ട്ലാൻഡിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നൊക്കെ എത്തിക്കുകയാണ്. ചാർട്ട് ചെയ്ത് വന്ന് എത്ര ആൾക്കാരെ ബിനുവിന്റെ കല്യാണത്തിന് ചാർട്ട് ചെയ്ത് വന്നിക്കണെന്ന് അറിയോ. അപ്പൊ നമുക്ക് ഇറങ്ങുകയല്ലേ. യെസ്, നമ്മൾ ഇന്നപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി തിരിച്ച് നമ്മളുടെ അതെ, കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പറയായിരുന്നു, ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാനുള്ള റീസൺ എന്താണെന്നറിയോ, നമ്മളെപ്പോഴും ഒരുമിച്ച് എടുത്തിട്ടില്ല. കാരണം ഇത്രയും ദിവസം വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നിന്റെ സ്പെഷ്യൽ ഡേ ആണ്. അത് നമുക്ക് എന്തായാലും വേറെ വീഡിയോസ് കിട്ടും. ഇന്ന് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും ആസ് യൂഷ്വൽ, പഴയ കാലത്തെ പോലെ ഒരുമിച്ച് നിൽക്കുന്നു, ഫുഡ് അടിക്കുന്നു, കറങ്ങുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ. അപ്പൊ ഓർത്ത് ഇനി എപ്പോഴാ ഇത് പറ്റുകയെന്ന് അറിയില്ല അല്ലേ. അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു മൊമെന്റ്സ്, പഴയ മൊമെന്റ്സ് ഒക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ടൈം എപ്പോഴാണ് കിട്ടുകയെന്ന് അറിയില്ല. നീ നിന്റെ ഫാമിലി ആയിട്ട് ബിസി ആയിരിക്കും, ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ബിസി ആയിരിക്കും. അപ്പൊ ചേർത്ത് ഇന്നത് പറ്റിയ ദിവസമാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം, ലേറ്റ് ആക്കണ്ട ഇനി. ഓക്കെ, മമ്മി വെയിറ്റ് ചെയ്തിരിക്കണം, പാവം മമ്മി. അപ്പൊ എത്താം. ഇതാണ് നമ്മളെ നിന്ന സ്റ്റേ. ഇറ്റ്സ് എ നൈസ് സ്റ്റേ. അപ്പൊ നമ്മൾ യാത്ര പറയുകയാണ്. ഇനി നമുക്ക് വഴിയെ വെച്ച് കാണാം. കമോൺ സച്ചു, ഓടി ഓടി വാ. ഇതാണ് ബാഡി ബ്രൈഡ്. ബാഡി ബ്രൈഡാണ് എല്ലാ പണിയെടുക്കുന്നത്. എല്ലാത്തിനെയും എണീപ്പിച്ച്, അതെ, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. ബ്രൈഡിന്റെ സ്വന്തം കല്യാണം സ്വന്തമായിട്ട് തന്നെ നടത്തുന്നു. എന്നെ നോക്ക്. അപ്പൊ നമ്മൾ തിരിച്ചിനി സ്ഥലത്തിന് വരുന്നായിരുന്നു നമ്മൾ വല്ലാർപാടം പോവാണ്. ഇപ്പൊ നമ്മൾ വല്ലാർപാടത്താണ് വിനോടെ വീട്. നമുക്ക് വല്ലാർപാടം പോവാം. മമ്മി വെയിറ്റ് ചെയ്തിരിക്കുന്നു. വിനു നല്ല ഡ്രസ്. നീ കൊള്ളാം. പിന്നെ വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചായ അടിക്കാൻ എന്താ നീ രാവിലെ തന്നെ ആക്രാന്നാണ് നിനക്ക്.
ഒരു മുട്ട കുറച്ചും കൂടെ. എനിക്ക് മുട്ട പപ്സ്. എല്ലാവരും നോക്കും മേക്കപ്പ് ഇല്ല. അതിനിപ്പോ എന്താ, നമ്മൾ നാച്ചുറൽ ആയിട്ട് വേണം എല്ലാം ചെയ്യാൻ. എന്നാണല്ലോ എന്നെ നോക്ക്, ഫോട്ടോ എടുക്കാം. നാളെ ഞങ്ങളൊക്കെ വേറെ ഇതിലായിരിക്കും. അതെ, നാളെ നമ്മളെ മനസ്സിലാവില്ല. നമ്മളെല്ലാരും അടിപൊളിയാണ്. പോണ വഴിക്ക് നല്ലൊരു അടിപൊളി കട കണ്ടപ്പോൾ ചായ കുടിച്ചു. അപ്പോൾ ഇതും കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇത് നമ്മൾ പോണ വഴിക്ക് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മളിത് വീടെത്താറായി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചുള്ളൂ, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാനൊന്നും വയ്യ. അപ്പോൾ ജസ്റ്റ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, കാറിലിരുന്ന് ഉറക്കം വന്നു. പിന്നെയും കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് കാണാം. ഞാനിത് കുളി കഴിഞ്ഞു, ഡ്രസ്സ് ഇട്ട് വീണ് നോക്കണം. ഒരു സൗണ്ട് ഉണ്ട്, അത് ഇവിടെ അപ്പുറത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ എന്തോ സൗണ്ടാണ്. നമുക്കിനി ഇപ്പോഴത്തെ റെഡി ആവാം അല്ലേ? ബിനോ ഇവിടെ നിന്ന് ഡ്രസ്സ് മണക്കണം, റെഡി ആവാം നമുക്ക്. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല ടയേർഡാണ്. അതിൻ്റെ ഒരു ഉഷാറ് കുറവ് നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖത്തും കാണാം, ഞങ്ങളുടെ സംസാരത്തിലും കാണാം. കാരണം ഇന്നലെ രാത്രി ബിനുഷയുടെയും തരിയൻ്റെയും ബാച്ചിലർ പാർട്ടി ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു സമയമായിട്ടാണ് നമ്മൾ പിന്നെ ഉറങ്ങുന്നതും. പിന്നെ രാവിലെ എണീറ്റ് ഇതുവരെ യാത്ര ചെയ്ത് വന്നു. എത്ര കാലം നീ കൺമഷി എഴുതാൻ തുടങ്ങിയിട്ട്? കാലം കുറേ ആയില്ലേ? അത് ഉറക്കം ശരിയാവണ്ടോ? കുറേ നേരമായിട്ട് നമ്മൾ ഈ കണ്ണയുടെ മുന്നിൽ തന്നെയാണ്, വേറെ ഒന്നുമല്ല. എത്ര അങ്ങ് ഒരുങ്ങിയിട്ടും അങ്ങ് മെന വരുന്നില്ല. നീ വന്നിട്ട് കുറച്ചേരം ഉറങ്ങ്, അപ്പൊ നിനക്ക് രാത്രിയും കുറച്ചേരം എന്റെ കൂടെ സ്പെൻഡ് ചെയ്യില്ലേ? അപ്പം ഞങ്ങളിത് റെഡിയായി, നല്ല കൂറ ലുക്കായിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനില്ല, കാരണം നമ്മൾ രണ്ടുപേരും ടയേർഡാണ്, നല്ല ടയേർഡാണ്. അപ്പോൾ നമ്മളിത് റെഡിയായി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. ശരി ശരി, ഓക്കെ. ശരി. നീ അപ്പം നിന്നാ മതി, കുഴി കണ്ടോ? നീ അധികം കാര്യം നോക്കാൻ വരണം. അതൊക്കെ നീ നല്ല കഴിച്ചേനുണ്ടല്ലോ, അതിന് ഞാൻ പകരം വിട്ടു. എന്തെങ്കിലൊക്കെ ഞാൻ പകരം വിട്ടു, ഇതുപോലൊക്കെ ഞാൻ പകരം വിട്ടു. ഞാൻ വരും, അവിടെ വന്നിട്ടൊക്കെ അടുത്ത ഇനി അവിടുന്ന്. അതെ അതെ, കോറി വരും. അതെ, 2 മണിക്കൂർ യാത്ര ചെയ്യണത് എനിക്ക് 1 മണിക്കൂറിലെത്താൻ ഇനി. അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങുന്നു. ഫസ്റ്റ് സ്റ്റോപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റോപ്പ് നെയിൽസ് ചെയ്യാൻ പോവാണ് നമ്മൾ. ബ്രൈഡൽ നെയിൽസ് ഫോർ ബിനുഷ ബിനോയ് ആൻഡ് ബ്രൈഡ്സ് മെയ്ഡ് നെയിൽസ് ഫോർ നിജ ജയൻ. നമ്മള് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇവരിപ്പോ വരാപ്പുഴയാണ് സ്റ്റേ ചെയ്യണം. മുന്നേ തൃപ്പൂണിത്തുറയാണ്. അല്ല, വരാപ്പുഴ വല്ലാർപാട്. എനിക്ക് വരാപ്പുഴ എന്നേ വരുള്ളൂ. ഞാൻ എന്റെ വീട്ടിലെ അച്ഛൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വരാപ്പുഴ. അതെ, വല്ലാർപാടം, സോറി. അപ്പൊ ആദ്യം തൃപ്പൂണിത്തുറയായിരുന്നു. അപ്പൊ തൃപ്പൂണിത്തുറ ഉള്ളപ്പോ ഇതുപോലെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ പോയി. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. ഇങ്ങനെ എക്സാം ടൈമൊക്കെ ആകുമ്പോ അവിടെ പോയി നിന്നിട്ടൊക്കെയാണ് ഞാൻ പഠിക്കാം. എന്തിനാന്ന് എനിക്കറിയില്ല, എന്തിനോ. അതെ, ഇടയ്ക്ക് ഫുഡ് അടിക്കാൻ പോവും, അതുപോലെ അതെ കറങ്ങാൻ പോവും. അങ്ങനെ ഇടയ്ക്ക് അതുപോലത്തെ ഒരു മെമ്മറിയാണ് ഇന്നത്തെ ഒരു ദിവസം ആക്ച്വലി. അപ്പൊ ഞാൻ ഈ ഒരു ഫുൾ വീക്ക് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അത് നമ്മൾ കുറച്ചുകൂടെ നമ്മള് റീവിസിറ്റ് ചെയ്യുമായിരുന്നു. അതെ, പക്ഷെ കൊറേയൊക്കെ നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറെ ടാസ്കുകളും അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു. ഓടി നടത്തം എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് നമ്മൾ ഇത്തിരി കൂടെ ഫ്രീ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്ര അങ്ങോട്ട് കുറെ കാര്യങ്ങളും ചെയ്ത് തീർക്കാനില്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നെയിൽസ് ഒക്കെ ചെയ്യണം, ഒന്ന് ടാമ്പർ ചെയ്യണം ഉണ്ട്.
യെസ്, കെട്ടുകുമ്പസാരം. അതിന് പോണം. കെട്ടുകുമ്പസാരം എന്താന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോഴാണ് ഞാൻ അത് അറിയുന്നത്. അപ്പൊ കെട്ടിന് മുന്നേ പോയിട്ട് കുമ്പസരിക്കണം. അപ്പൊ ചിലവർക്ക് ഇങ്ങനെ ചില പള്ളിയില് 2 ദിവസം മുന്നേ ചെയ്യും. നമ്മൾ ഇന്നലെ ഭയങ്കര ബിസി ആയിരുന്നത്. അതെ, നമ്മൾ ഇന്നലെ വരെ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് വെച്ചതാണ് ഉചിതമായ തലേ ദിവസം. അതെ. പിന്നെ ഈ കെട്ടുകുമ്പസാരത്തിന് പള്ളിയില് നമ്മൾ ചില പള്ളിയിലൊക്കെ നമ്മൾ പോയിട്ട് ഇന്ന ടൈമിന് വരണം, അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പൊ അവള് നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഒരു 4:30 ഒരു കുർബാന ഉണ്ട്. ആ സമയത്ത് പോയിട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്, കുർബാന കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കും ആൻഡ് ബാക്കി പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം നാളെ ബിനൂഷ പെട്ടിയെടുത്ത് ഇറങ്ങുന്നതിന്റെ ഒപ്പം ഞാനും പെട്ടിയെടുത്ത് ഇറങ്ങും. ഞാനും പെട്ടിയെടുത്ത് ഇറങ്ങുകയാണ്. അങ്ങനെ 1.5 ആഴ്ചത്തെ നീണ്ട സഹവാസത്തിന് ശേഷം ഞാനും തിരിച്ച് എന്റെ വീട്ടിൽ പോവുകയാണ്. അപ്പൊ അത് അയ്യോ, ഇവിടെ എന്തോ വലിയ ആക്സിഡന്റ്. എന്റെ പൊന്നി സീൻ. അയ്യോ, ഇവിടെ ഭയങ്കരമായിട്ട് 2 ബൈക്കുകൾ ഫുള്ള് ചെതറി കിടക്കുന്നുണ്ട്. ഇപ്പൊ പറ്റിയത് തോന്നുന്നു, ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്താ എവിടെയാ പോണേ നമ്മള്? നെയിൽ ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടുത്ത്, ഇവിടെ മെറൈൻ ഡ്രൈവിന്റെ അടുത്താണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അടുത്ത് പോകാൻ പറ്റും. ഞങ്ങളുടെ കോലൊന്നും ശ്രദ്ധിക്കരുത് പ്ലീസ്, നമ്മൾ ഭയങ്കര ടയർഡാണ്. അതെ, ഇന്ന് നമ്മൾ നേരത്തെ കിടന്നുറങ്ങും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. യെസ്, അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. നല്ല സ്റ്റൂവും പിന്നെ ബീഫ് സ്റ്റൂവും അപ്പം ആൻഡ് ബ്രെഡ് അത് കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പൊ അവിടെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ ഫ്രൈഡ് റൈസ് പോയി കഴിക്കാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പരിപാടി. പിന്നെന്താ, നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കുറച്ചായിട്ട് കാണിക്കാം. എനിക്ക് അതാ ഞാൻ പറഞ്ഞ പല്ല് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഡിഫറൻസ് ആട്ടോ. നമ്മള് ഒരു 5 കൊല്ലം മുന്നേ പഠിച്ച പോലെയല്ല സ്ഥലങ്ങളൊക്കെ. തിരക്ക് കൂടി, ആൾക്കാര് കൂടി, കടകളും ഒക്കെ കൂടിയിരിക്കണു. പുതിയ ഓരോ സാധനങ്ങള്. ഇപ്പൊ ഒരു ബാംഗ്ലൂർ വൈബൊക്കെ ഇവിടെ. എന്തൊക്കെ കടകളാ. ഞാൻ കാണാത്ത പല ബിൽഡിങ്സ് ഒക്കെ. ബിൽഡിംഗ് ഒക്കെ മുന്നിൽ ഉണ്ടായിരുന്നതാണോ എനിക്കറിയില്ല. ഇപ്പോഴതൊക്കെ ശ്രദ്ധിക്കുന്നത് തന്നെ. എന്ത് തിരക്കാ. ഈ ബിൽഡിംഗ് ഒക്കെ മുന്നിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തിരക്ക് വല്ലാതെ അങ്ങ് കൂടി. അതെ എന്നോട് പറയുന്നത് ബിനുഷയുടെ കല്യാണം ആയതുകൊണ്ട് നാട്ടുകാരെല്ലാരും എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പഴയ വഴി കേട്ടോ. ഈ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോ നമ്മൾ ഒരുമിച്ച് കോളേജിൽ പോയിരുന്നു, ഓർക്കുന്നോ? ഇതൊക്കെ നമ്മുടെ പഴയ കോളേജ് വഴികളാണ്. ഇതിനൊക്കെ എത്ര തവണ ഈ റോട്ടിൽ കൂടെ ഒക്കെ എത്ര നടന്നിരിക്കണം. തേരാ വരെ അങ്ങനെ നടക്കുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം സെന്റ് ട്രീസാസ് കോളേജ്. സെന്റ് ട്രീസാസിലല്ല ഞാൻ പഠിച്ചത് ലോ കോളേജിലാണ്. പറ്റില്ല, നമ്മളിങ്ങോട്ട് തിരിയില്ലേ. ഇത് അവിടെയാണ് ലോ കോളേജ്. ഇത് ആ വഴിക്ക് ഇത് അവിടെ. ഇതിനാണ് കോൺവെന്റ് ജംഗ്ഷനിലോട്ട് പോവാ. അത് പിന്നെ ഇവിടെ സുഭാഷ് പാർക്കിൽ തന്നെ ആയിരുന്നു കുറെ കാലം. ഒരു ബെഞ്ച് നമുക്ക് വേണ്ടിട്ട് എഴുതി തന്നേനവര്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് അല്ലേ. നെയിൽ ബാർ കണ്ടു. ഇതാണ് എന്താ? ഓ, അതെന്ത് സാധനം? അയാളെന്തോ പണി എടുക്കുന്നില്ല. എടാ, ഞാൻ വഴിയിൽ പെട്ടുപോയടാ. ഞാനും നീരും. നിങ്ങള് ഇവിടെ മറ്റേ മെറൈൻ ഡ്രൈവിന്റെ അവിടെ നെയിൽസ് ചെയ്യാൻ വന്നതാ. എന്നിട്ടിപ്പൊ വണ്ടി തിരിച്ച് നമ്മൾ പാർക്കിങ്ങിലോട്ട് ഇട്ടോണ്ടിരിക്കുമ്പോ വണ്ടി നേരെ നടുക്കുന്ന് വെച്ചിട്ട് ഓഫായി. എന്നുവെച്ചാ കുറച്ച് പാർക്കിങ്ങിന്റെ അവിടെയും കുറച്ച് നടു റോട്ടിലും മെയിൻ റോട്ടിലും. യെസ്. ഇന്നലെ തരിയമ്പോളി അങ്ങോട്ട് എന്താണ് മറ്റേ പരിപാടിക്ക് വന്നത്. വണ്ടി അവന്റെ വണ്ടി
നമ്മളങ്ങനെ നമ്മുടെ അതിസാഹസികമായ യാത്ര വരാനുള്ളത് ഇങ്ങനെയൊക്കെ പോയി. അതെ, ഇതൊരു ഫണ്ണായി എടുക്കുന്നു ഞങ്ങൾ. മഴയായി, ഞങ്ങളിതേ വണ്ടി പെട്ടുപോയി. ബിക്കോസ് ഞങ്ങളുടെ വണ്ടി റോട്ടിൽ നിൽക്കുകയാണ്. വണ്ടി നിന്ന് പോയി. ഇനി പപ്പ വരട്ടെ. എവിടെ നമ്മളുടെ രക്ഷകർ? എവിടെ? ഇറ്റ്സ് ഇതെല്ലാം ഒരു രസമല്ലേ ബിനുഷ? ഇതെല്ലാം അഡ്വഞ്ചറസ് ആയിരിക്കും. നിനക്ക് കൊച്ചുങ്ങളുണ്ടാവുമ്പോ പറയാം, കല്യാണത്തിന്റെ തലേ ദിവസം ഇതുപോലെ നട റോട്ടില് കല്യാണക്കഥ. രക്ഷകരെത്തി ഫൈനലി. പപ്പ തിരിച്ചോണ്ട് പാവം നീരും പപ്പയും കൂടെ കഷ്ടപ്പെടുവാണ്. നമ്മുടെ അതിസാഹസികമായ കാർ പ്രയാണത്തിന് ശേഷം ഞങ്ങൾ നെയിൽസ് ചെയ്യാൻ കയറുകയാണ്. എന്തൊക്കെയോ ആലോചിക്കുകയാണ്. അങ്ങനെ മറ്റേ കഴിച്ചില്ല. നീ ഒന്ന് ശ്വാസം വിട്. ഭയങ്കര ടെൻഷനിലിരിക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് കളയാം. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് കൈ കാണിക്കും? നല്ല രസമുണ്ട്. അതിന്റെ വെരി നാച്ചുറൽ. ഹലോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ആയിരുന്നു. ഒക്കെ ചെയ്തു. കാണാൻ പറ്റില്ല. അതെ, ഒന്നും കാണുന്നില്ല അത് മാത്രം. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിലെത്തിയിട്ട് വണ്ടി പോയി. വണ്ടിയില്ല ഞങ്ങള് വരുമ്പോ ഞങ്ങളൊരു വണ്ടിയിലാ വന്ന് സ്വന്തമായി ഡ്രൈവ് ചെയ്തിട്ട്. പക്ഷെ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ല. വണ്ടി അവര് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ എന്തോ കൊണ്ടുപോയി. അപ്പൊ ഇനി ഊബർ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ പള്ളിയിൽ പോവും, കുമ്പസരിക്കും. എന്നിട്ട് തെറ്റുകളെല്ലാം കേട്ട് പറഞ്ഞ് പുതിയൊരു നല്ലൊരു അതെ. എന്നിട്ട് നമ്മൾ ബാക്കി ഇന്നത്തെ പരിപാടികളോട്ട് കിടക്കും. ഞാൻ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും ആദ്യം. എന്നിട്ട് എൻ്റെ പെറ്റിയൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കും. അല്ലെങ്കിൽ നാളെ ഭയങ്കര റഷായിരിക്കും. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. പോയിട്ട് എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കണം. അതാണ് എൻ്റെ മനസ്സിൽ. മീൻ കഴിച്ചിട്ട് ഇറങ്ങിക്കാം. നമ്മൾ വീട്ടിൽ കഴിക്കാതെ. അപ്പം എന്തായാലും കാറ് വരട്ടെ, അല്ല നമ്മുടെ ഊബർ വരട്ടെ. ഊബർ വന്നിട്ട് നമുക്ക് നോക്കാം. ഞാനപ്പോൾ ഇത് ഫുഡൊക്കെ അടിച്ചു വന്നു. ഫുഡൊന്നും കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് കഴിച്ചു. ഇപ്പോൾ റൂമിലെത്തി. ഞാൻ ജസ്റ്റ് ഒന്ന് ബാഗ് ഒന്ന് പാക്ക് ചെയ്തത് അവിടെ പാക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ സാധനങ്ങൾ കഴിക്കാണ്ട്. ബിനു പള്ളിയിൽ പോയി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ബിനുഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അധികം. ബിനുഷ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ഭയങ്കര അടുത്ത ഫ്രണ്ടാണ്. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ടേംസ് എനിക്ക് യൂസ് ചെയ്യുന്നത് വലിയ താല്പര്യമില്ല. ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ ഉള്ള സാധനത്തിനെക്കാട്ടിലും നമുക്ക് അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരാളാണ് ബിനുഷ. എന്ന് വെച്ചാൽ എനിക്ക് ആവശ്യം എന്നല്ല, അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും നമുക്ക് വേണ്ടി കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ എന്ന് പറയില്ലേ, അങ്ങനെ. ഞാൻ എനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഞാൻ പ്രൊട്ടക്റ്റീവ് ആവുന്ന ഒരാളാണ് ബിനുഷ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ വെച്ചാൽ എൻ്റെ ഫേവറേറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർ എന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഭയങ്കര അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുക. അതൊക്കെ അവർക്ക് എനിക്ക് കെയർ കൊടുക്കുക, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരാളാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് ബിനുഷ അത്രയും സ്പെഷ്യൽ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഞാൻ കൊടുക്കുമ്പോൾ ഷീസ് മൈ സ്പെഷ്യൽ വൺ എന്നുള്ളൊരു സാധനം. അതുപോലെ തന്നെയാണ് ബിനുഷ തിരിച്ചും ഇങ്ങോട്ടേക്ക്. ബിനുഷ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ബിനുഷയുടെ ഫാമിലി, പപ്പയും മമ്മിയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. കാരണം
ബിനൂഷ് എത്ര എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പപ്പി മമ്മി. മമ്മി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എൻ്റെ അമ്മയെ പോലെ തന്നെ എനിക്ക് അത്രയും ഫേവറേറ്റ് അല്ലെങ്കിൽ അത്ര ഇഷ്ടമുള്ള ഒരാൾ എന്നൊക്കെ പറയില്ലേ. ബിനൂഷ് ഞാനുണ്ടെങ്കിൽ ഇപ്പോൾ ബിനൂഷ അവരുടെ സ്വന്തം മകളാണ്. പക്ഷെ അതേപോലെ തന്നെ എന്നെയും കാണുക, അതേപോലെ തന്നെയാണ് എനിക്കും കാര്യങ്ങൾ ചെയ്തു തരിക, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മമ്മി ചെയ്യുക. ഇപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും ഫുഡ് വേണം ആഗ്രഹമുണ്ട് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി തരിക. എല്ലാ തവണയും ദുബായിൽ നിന്ന് വരുമ്പോൾ ചോക്ലേറ്റ്സ് കൊണ്ടുവന്ന് തരിക. എന്തെങ്കിലുമൊക്കെ ബാത്ത് ആൻഡ് ബോഡിയുടെ ഒക്കെ വിക്ടോറിയ സീക്രറ്റിൻ്റെ ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് മമ്മി കൊണ്ടുവന്ന് തന്നിട്ടാണ് എനിക്ക്. അപ്പം അങ്ങനെ സ്വന്തം ഒരു മകളെ പോലെയാണ് മമ്മി എന്നെ കാണുന്നതെന്ന് എനിക്കറിയാം. ഇതൊക്കെ ഒരു മെറ്റീരിയലിസ്റ്റിക് സാധനത്തിൽ നിന്ന് പറയുന്നതല്ല, സാധനങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് മാത്രം അങ്ങനെയല്ല പറയുന്നത്. ആ ഒരു നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയില്ലേ, ആ ഒരു സാധനം എനിക്ക് ഈ വീട്ടിൽ വന്ന് എനിക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ വന്നിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞു. പക്ഷെ 2 വീക്സിൽ പകുതി ദിവസം ഇവിടെയായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ വീട് മിസ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെയാണ് എന്നെ നോക്കുന്നത്. ഈ കല്യാണ തിരക്കിൻ്റെ ഇടയിൽ കൂടി എന്നെ അത്രയും ഭയങ്കര കാര്യമായിട്ട് ഇവർ നോക്കും. എനിക്കത് കിട്ടിയില്ലേ, ഫുഡ് കഴിച്ചില്ലേ, എന്താ ഫുഡ് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട. അപ്പം അതൊക്കെ സ്പെഷ്യലാണ്. അതൊക്കെ എത്രത്തോളം സ്പെഷ്യലാണ്, എത്രത്തോളം നമുക്ക് അടിപൊളിയാണ് എന്നൊക്കെ എനിക്ക് അങ്ങനെ വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. പക്ഷെ ബിനൂഷ് സോ സ്പെഷ്യൽ. അപ്പോൾ ബിനൂഷയുടെ കല്യാണമാണ് നാളെ. അപ്പോൾ ബിനുവിന് ഇന്നിപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കറങ്ങി നടന്നു. ഫീൽ സോ ഗുഡ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അഫ്കോഴ്സ് കല്യാണം കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും, കറങ്ങാൻ പറ്റും, അതൊക്കെ ശരിയാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണ്, ബിനു നാട്ടിലായിരിക്കും അല്ലെങ്കിൽ ദുബായിലായിരിക്കും. അപ്പം അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്ക് ഇനി പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഞാനിനി അധികം ഡയലോഗ് അടിച്ച് മുഷിപ്പിക്കുന്നില്ല. ഇതെങ്ങാനും ബിന്നുവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ പിടിച്ചിട്ടിക്കും. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് ഞാൻ കോളാക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനിയിപ്പോൾ ബിന്നു തിരിച്ചു വന്നിട്ട് അവളുടെ പെട്ടി ഒതുക്കണം. അപ്പം ഞാൻ സത്യത്തിൽ എൻ്റെ കല്യാണത്തിന് പെട്ടി ഒതുക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ അന്നേരം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അന്ന് ടെൻഷനിലൊക്കെ നടക്കുമായിരുന്നു. ഇന്ന് ഇതെങ്കിലും എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെ പിന്നെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ വരും. ബിന്നുവിൻ്റെ സ്കൂൾ ഫ്രണ്ട്സ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ. അപ്പോൾ എന്നൊരു അടിപൊളി രസമുള്ളൊരു നൈറ്റായിരിക്കും. പക്ഷേ അധികം രസിക്കാതെ നമുക്ക് പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് ആർക്കും എണിക്കാൻ പറ്റില്ല. നാളെ 4 മണിയാകുമ്പോഴേക്കും എണിക്കണം. എന്നിട്ട് നമുക്ക് റെഡി ആയി തീരണം. പാനിക് മോഡ്. ഇവിടുന്ന് നീ എന്താ എടുക്കുന്നതൊന്നും കാണില്ല. എന്നെ കല്യാണത്തിന് ഞാൻ ഇതൊക്കെ ഒതുക്കിയതാണ്. ഇതിന്റെ പാന്റ് ഏതാ? പാന്റ് എവിടെയാണെന്നറിയില്ല. അത് ഞാൻ ലെഗിൻസ് ഇട്ടു. ഇത് ഇതിന്റെയാണോ? ഇതിന്റെ പാന്റാണ് ഇത്. ഇത് വേറെ. ഇത് ഇതിന് ഷോളില്ല. അല്ല. ഇത് ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന കുറച്ച് ഇമോഷൻസ്, അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടുന്ന ചില സൗഹൃദങ്ങളോ ചില വ്യക്തികളോ ചില കാര്യങ്ങൾക്കൊന്നും ഒട്ടും എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് പറയും. ആ ഒരു ഇമോഷനിൽ കൂടിയാണ് ഞാൻ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നും ഞാനും ബിനോഷും 24 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന, ഒത്തിരി എഫേർട്സ് ഇട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ടൈപ്പ് ഫ്രണ്ട്ഷിപ്പാണ് എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഒട്ടും അങ്ങനെയല്ലാത്ത 2 പേരാണ് ഞങ്ങൾ. വളരെ എഫേർട്ട്ലെസ് ആയി അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ വാക്തർക്കങ്ങളോ അല്ലെങ്കിൽ ഒരു ഈഗോ ഇഷ്യൂസോ ഒന്നുമില്ലാതെ കൊണ്ട് നടക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഇതെല്ലാം ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഒരുവിധം ഇതേ കഴിഞ്ഞിട്ടുണ്ട്. ബിനു അത്യാവശ്യം നല്ല ടെൻഷനിലായിരുന്നു, തികച്ചും സ്വാഭാവികം. പിന്നെ ഈ ഒരു ടെൻഷനൊക്കെ ഞാൻ മുന്നേ കടന്നു പോയിട്ടുള്ളത് കൊണ്ട്
ബിന്നുവിൻ്റെ ഈ ഒരു പാനിക് മോഡ് കണ്ടു നിൽക്കാൻ കുറച്ചൊക്കെ രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാക്കി ഫ്രണ്ട്സും അതുപോലെ ബിന്നുവിൻ്റെ കസിൻസും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളിതേ കുറച്ച് നേരമൊക്കെ ഗെയിം കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുക. പിന്നെ അങ്ങോട്ടേക്ക് ഒരു 3-4 മണിക്കൂറത്തേക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. നേരം പോയതേ അറിഞ്ഞില്ല. നമ്മൾ പിന്നെ കെടുക്കുന്ന സമയത്താണ് എല്ലാവരും ഒന്ന് വായടച്ച് മിണ്ടാണ്ടിരുന്നത്. പാറുവിന് വിശന്നിട്ട് പാടില്ല. എന്നിട്ട് ഈ കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ബ്രെഡ് തട്ടിപ്പറിച്ച് ഇല്ലേ, പാറു ആന്റി തട്ടിപ്പറിച്ചില്ലേ കയ്യിൽ നിന്ന്. എന്താ എന്നിട്ട് ഇതേ സ്നേഹനിധിയായ ഫാത്തിമ അമ്മ അതേ നമുക്ക് എല്ലാവർക്കും ബ്രെഡ് തരുന്നു. ഒരു ഡോക്ടറാണ് അത്രേ, ഡോക്ടർ പേടിച്ചിട്ട് കൊച്ചിത് അങ്ങനെയൊക്കെ വായി കേട്ടിട്ടുണ്ട്. പാറു ഇതിനെ പറയാണ്ടോ ഇതിനെ കുറിച്ച് നിനക്ക്? എന്തെങ്കിലും പറയാണ്ടോ നിനക്ക്? എന്തേലും പറഞ്ഞു. ഞാൻ ബ്ലോഗിലുണ്ട് കേട്ടോ. ഞാനുണ്ട്. ഏത് വലിയ ബ്ലോഗില്? രാവിലെ തൊട്ട് എടുത്തു. ഓ ഞാനോർത്തി ഇവള് വേറെ ഏതോ ബ്ലോഗിലാണ്. ഈ വിനുഷയെ കണ്ടില്ലല്ലോ ആരും. ഇതാണ് റോ അൺഫിൽറ്റേർഡ്. അതേ നമ്മുടെ അടുത്ത താരം. We will reach in 6, like by 8:30. That's in my vlog. Hi Vinusha. Hi Vinusha. അതങ്ങനെ നാളെ ഡ്രസ്സപ്പ് ആവത്തില്ലേ? അതെ, നിനക്ക് അവസരമുണ്ട്. ഞങ്ങൾക്ക് അവസരങ്ങൾ കുറവാണെങ്കിൽ നിനക്കിനി കല്യാണം കഴിഞ്ഞ ഒരു മാസത്തോളം അവസരമുണ്ട്. ഇതിലിങ്ങനെ നടക്കാം. Currently Vinusha is feeling homesick, but we're really excited. Are you excited? കുറേ എന്തെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ? So tomorrow നമ്മളെല്ലാരും we'll dress up and we'll see Vinusha in her gown. Bridal gown. എടാ നിന്റെ ബ്രൈഡൽ ഗൗണിൽ കാണുമ്പോ നമ്മൾ എന്ത് എക്സ്പ്രഷൻ ആണ് തരണ്ടേ? അങ്ങനെയാണോ? കരയണോ ആരെയും? Consider it, Tarian. You hit a jackpot. Consider it. Empathy. പപ്പായ കഴിച്ചോ? പപ്പായ നല്ലതാ. വിനുഷ എങ്ങനെ ഇത്ര ഗ്ലോ? ഇത് കഴിച്ചിട്ടാ മനസ്സിലായത്. ഷാർപ്പിനായിട്ട് വെട്ടിക്കൊടുക്കും. അവിടെ കാണുന്നുണ്ടോ? കണ്ടില്ലേ? നാളെ മകളുടെ കല്യാണം ഇന്ന് അപ്പം കിട്ടോണ്ടിരിക്കുന്നു. അപ്പം ആയി, പപ്പായ ആയി, ഇതേവിടെ കട്ട്ലേറ്റ് ഉണ്ട്. ഇത്രയും സ്നേഹമുള്ള മമ്മി എവിടുന്ന് കിട്ടും? ആർക്കും കിട്ടും. ഞാൻ നിന്നെയല്ല എടുക്കുന്നത്, ഞാൻ പാറുവിനെ എടുക്കുന്നത്. ഇന്ന് പാറുവാണ്. വിശപ്പില് തുടങ്ങിയതാ. നല്ല ഭംഗി. അതെ, ചൂടിന്റെ ആവി പോകാൻ വേണ്ടി ഇത് കണ്ടോ, ഇതങ്ങോട്ട് എടുക്കുക, സോസ് എടുക്കുക, ഡ്രിസിൽ ചെയ്യുക, അപ്പൊ ആ തണുപ്പാവും. അതെ, എന്നിട്ട് അങ്ങ് എന്നിട്ടും ചൂടാ. അപ്പൊ ചൂടില്ലാത്ത പോലെ അങ്ങ് അഭിനയിച്ച് കഴിക്കണം. ചുടു കട്ട്ലേറ്റ്. അതിനടുത്ത് പപ്പ ഇന്ന് ഇതെന്താ മാങ്ങയോ? ഓ മൈ ഗോഡ്, പപ്പായ വെട്ടി കഴിക്കും. മാങ്ങയ്ക്ക് വേണ്ടി മാങ്ങ. നല്ല മാങ്ങ. കഴിക്കണ്ട മാങ്ങ എങ്ങനെ കഴിക്കാം? അത് ചൂടാ, അപ്പൊ ഇത് തണുപ്പ്. ഇത് എന്തൊരു സ്നേഹം. ഇന്നും കൂടി ഉള്ളൂ. കഴിഞ്ഞു, നാളത്തോടെ കഴിഞ്ഞു. ഞാനേ കഴിച്ചോ. ഞാൻ കട്ട്ലറ്റും മാങ്ങയും കൂടെ ഒരുമിച്ച് കഴിക്കണ. മാങ്ങ ഇപ്പൊ തീരും, അതുകൊണ്ടാ. ഫാത്തിമ. അതെ, ഫാത്തിമ. എല്ലാവരും എന്നെ ഫോളോ ചെയ്യാം.
ഇവൾക്ക് എന്താണ് വയ്യേ? ഇവളെന്തൊക്കെയാ ഭാവിയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, അതെ, ലൈക്ക് ചെയ്യണം. സന്തോഷായില്ലേ? വീണു ഗുഡ് നൈറ്റ്. കുളിക്കുകയും ചെയ്യണം. അപ്പൊ പാറും ഫാത്തിമയും ഉണ്ട്. ബൈ, ഗുഡ് നൈറ്റ്. ഇനി കുളിച്ചോ? ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം നമുക്ക്. ബാക്കി റെഡിയായി പള്ളിയിൽ വെച്ച്. അങ്ങനെ കൗണ്ട് ഡൗൺ എത്രയായിരുന്നു? എനിക്കൊരു 15 hours 16 hours നിനക്ക് സമയം കിട്ടിയ മതി. ഇപ്പൊ കിട്ടും സമയം. ഫോട്ടോഗ്രാഫേഴ്സ് ഞാൻ എൻഗേജ്മെന്റിന് തന്നെ മിലന്റെ അടുത്ത് 1 മിനിറ്റ് ഒന്ന് അങ്ങോട്ട് പോട്ടെ, ഒന്ന് അവള് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ തന്നെ മിലൻ എന്നെ ഇങ്ങനെ എന്തിനാ അവള് ഭക്ഷണം കഴിക്കണേന്നുള്ളൊരു പോലെ. ഞാൻ എടുത്തു വെച്ചേക്കണ റീലൊക്കെ നോക്കിയാ ഇതൊക്കെ ഇപ്പൊ നടക്കും. പക്ഷെ നമ്മള് മധുരം വെപ്പിനൊന്നും നമുക്ക് ടൈം ഉണ്ടായിട്ടൊന്നും എടുത്തില്ല. പക്ഷേ നമുക്ക് 3 പേർക്കും എടുക്കാറുണ്ട് എന്തെങ്കിലും. ഇങ്ങനെ നമ്മള് കൈ ഇങ്ങനെ പോണോ? ഞാൻ പറയണെങ്കിൽ നിങ്ങൾ കേറുന്നതിന് മുന്നേ പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ നിർത്തില്ല, നിങ്ങളെ കപ്പിൾ ഫോട്ടോ. ആ സമയത്ത് പെട്ടെന്നൊരു റീൽ ഇഷ്ടമുള്ള പോലെ. കൊള്ളാല്ലേ? എന്തൊക്കെ എടുത്താ മതി നീ. ഇത് ഇവള് എടി ഇന്നലെ ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചതായിരുന്നു, പക്ഷെ നടക്കണ്ടേ, ബോധം വേണ്ട ആർക്കേലൊക്കെ. ഞാൻ ഒരു എൻട്രി പറഞ്ഞിട്ട് തന്നെ ഒരെണ്ണത്തിന് കിട്ടിയില്ല, എന്നിട്ട് ഞാൻ റീൽ എടുക്കുന്ന എല്ലാരും പിന്നാലെ എടുക്കണം. അതെ അതെ, ഞാൻ അപർണ നോക്കുമ്പോ അപർണ എന്നെടുത്ത് ഒരു 5-6 കൊല്ലം മുന്നേ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പല തവണ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും നടക്കാതെ പെട്ടെന്ന് ഒരു കൊല്ലം മുന്നേ ഞാൻ പെട്ടെന്നൊരു ദിവസം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാണ്ടായി. അതിലെൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ എനിക്കൊരു എസ്കേപ്പ് മെത്തേഡ് എന്നുള്ള നിലയിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ ആലോചിച്ചിരുന്നില്ല ഇത് എത്രത്തോളം എനിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടായിരിക്കും ഈ വീഡിയോസ് എടുക്കുന്നതും അത് റീവിസിറ്റ് ചെയ്യുന്നതും. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും അതിനെന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി എൻ്റെ ലൈഫിൽ ഉണ്ടാവണം എന്ന്. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇട്ട ഓരോ വീഡിയോസും എൻ്റെ ലൈഫിൽ അത്രയും സ്പെഷ്യലാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വ്ളോഗും. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു അടിപൊളി വ്ളോഗുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.